അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാനെത്തിയത് ഗുണ്ടാ നേതാവ്. നടക്കാവ് സ്റ്റേഷനിലെത്തിയത് കൊട്ടേഷൻ സംഘാംഗം. ഇയാൾക്ക് എതിരെയുള്ള കേസുകൾ പോലീസ് പരിശോധിക്കുന്നു. അജയ് ആയങ്കിക്ക് ജാമ്യം നൽകുക, അതിനുശേഷം വിവരങ്ങളുമായി ആകാശ് ആണ് ചേരുന്നത്. ആകാശ്, എന്തായാലും ജാമ്യം എടുക്കാനെത്തിയത് ഒരു ഗുണ്ടാ നേതാവ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ആ രീതിയിലുള്ള പരിശോധന കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും സ്വാതി, ഈ അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിയെ ഇന്നലെ രാത്രിയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നടക്കാവ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ജാമ്യത്തിനായി ഇപ്പോൾ അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാനെത്തിയത് ഗുണ്ടാ സംഘമാണ്. ഗുണ്ടാ സംഘത്തിലെ പ്രധാന കണ്ണിയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ജാമ്യത്തിലിറക്കാനായി എത്തിയത്. അയാളുടെ വിവരങ്ങൾ കൂടി നിലവിൽ പോലീസ് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേസുകളുണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടെ നിന്ന് ജാമ്യം ലഭിക്കില്ല. കൂടാതെ ഇയാളുടെ മറ്റു കേസുകളും പരിശോധിച്ചു വരുമ്പോൾ, കൂടാതെ തന്നെ അജയ് ആയങ്കിയുടെ ഒരു ബന്ധു ഇപ്പോൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബന്ധു കൂടി എത്തിക്കഴിഞ്ഞാലായിരിക്കും ഈ അജയ് ആയങ്കിയെ കൂടുതൽ ഇവിടെ നിന്ന് വിടുക. ആൾജാമ്യത്തിനുള്ള കേസേ ഉള്ളൂ. കാരണം കരുതൽ തടങ്കാണ്. ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സഹായം ഈ അനിയൽ സഹോദരനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. കൂടാതെ ഫണ്ട് റേസിംഗ്, QR കോഡ് ഉപയോഗിച്ചുള്ള ഫണ്ട് റേസിംഗ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി, അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നുണ്ട്. അതും കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആൾജാമ്യത്തിൽ പോകേണ്ട അജയ് ആയങ്കി നിലവിൽ ഈ ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവ് ഇവിടെ എത്തിയതോടെ വീണ്ടും പെട്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇനി കൂടുതൽ മറ്റൊരാൾ ഇവിടെ എത്തിയാൽ മാത്രമേ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. സ്വാതി. ഓക്കെ ആകാശ്, എന്തായാലും ഒരു ആളെ ജാമ്യത്തിൽ ഇറക്കാനെത്തിയത് ഒരു ഗുണ്ടാ നേതാവ്. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി കൂടുതൽ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പോലീസ്. ആ വിവരങ്ങളാണ് ആകാശ് നൽകിയത്.